ഈ ഒരു മീൻകറിയുടെ റെസിപ്പി എനിക്ക് എൻ്റെ ഉമ്മാൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. പക്ഷേ എൻ്റെ ഉമ്മ വെക്കുന്ന അത്ര ടേസ്റ്റൊന്നും ഒരിക്കലും ഞാൻ വെച്ചാൽ ഉണ്ടാകത്തില്ല. അപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് റെസിപ്പി നോക്കാം. ചട്ടി വെച്ചിട്ട് 2 ഐറ്റം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയും എരിവില്ലാത്തതും ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, പേരിന് കുറച്ച് മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് വെള്ളം ഒഴിച്ച് നല്ലവണ്ണം കലക്കിയെടുക്കണം. ഈ ഒരു പാത്രം നിറച്ച് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ കലക്കിയെടുക്കണം. ഈ പൊടി ഇങ്ങനെ കട്ട കട്ട പിടിച്ച് കിടക്കുന്നുണ്ടല്ലേ, അതൊന്നിങ്ങനെ ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഞാൻ ആ വെള്ളം എടുത്ത പാത്രത്തിൽ തന്നെ പകുതിയും കൂടെ എടുത്തിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. വെള്ളം കുറച്ച് അധികം ഒഴിക്കണം കേട്ടോ, കാരണം ഇതിങ്ങനെ തിളച്ച് വറ്റിക്കാനുള്ളതാണ്. എന്നിട്ട് കുറച്ച് ചെറിയുള്ളി, ആവശ്യത്തിന് പച്ചമുളക്, ഒരു കുഞ്ഞ് തക്കാളി, എരിവനുസരിച്ച് പച്ചമുളകും മുളക് പൊടി ഇട്ട് കൊടുക്കണേ. പിന്നെ ഒരു കുഞ്ഞല്ലി വെളുത്തുള്ളിയും കൂടെ അത് ഇതേപോലെ അരിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്യണം. എന്നിട്ട് അരപ്പ് തിളച്ച് വരുമ്പോൾ മാത്രം ആവശ്യത്തിന് പുളിയും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് ഇതേ മീനും കൂടെ പിറക്കിയിട്ട് കൊടുക്കാം. പുളിയും എരിവൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കണ്ട കേട്ടോ. എനിക്ക് പുളിയും എരിവൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്, അതുകൊണ്ട് തന്നെ ഞാനിതിൽ കൂടുതൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ മീനൊക്കെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് നല്ലപോലെ വെട്ടി തിളച്ച് വരുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇതേപോലെ കറക്കി ഒഴിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മൾ മീൻകറി തിളച്ച് ഇതേ വറ്റിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ളൊരു മീൻകറിയാണ്. വലിയ ലുക്കില്ലെങ്കിലും അടിപൊളി ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ.